കിരാതം, കാടത്തം എന്നീ വാക്കുകൾ കൊണ്ടാണല്ലോ ഈ നിലവിലെ വഖഫ് നിയമത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ആരാണോ ഇതിനെ എതിർക്കുന്നത് ആ നിലപാട് തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ LDFനും UDFനുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഞാൻ പറഞ്ഞത് ദീപികയിലെ മുഖപ്രസംഗത്തെക്കുറിച്ചാണ്. അത് കത്തോലിക്ക സഭയുടെ ഒരു നിലപാട് കൂടിയാണല്ലോ. കത്തോലിക്ക കോൺഗ്രസ് ഇതിന്റെ കൂടുതൽ സമരരൂപങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ PK ജലീൽ പറഞ്ഞത് അതിനോട് ഒരു തരത്തിലും യോജിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ മുനമ്പം വിഷയം പരിഹരിക്കുന്നതിനും ഈ നിലവിലെ നിയമം മാറ്റി എഴുതുന്ന ഈ വഖഫ് ഭേദഗതി ബില്ലിന് കഴിയുമെന്ന്? നിലവിൽ ഈ നിയമം മാറ്റി എഴുതുന്നില്ലെന്ന് വിചാരിച്ചു മുൻപം പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോ മുൻപം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിയമം മാറ്റി എഴുതുക മാത്രമേ മാറുകയുള്ളൂ. കാരണം ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ല, അവർക്ക് ജുഡീഷ്യൽ ഓഫീസറുടെ പദവികൾ നൽകിയിട്ടുള്ളതേ ഉള്ളൂ. അത് ശരിക്കും മത നിയമപ്രകാരം അല്ലെ മത പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്ത് അന്തിമമായി വിധി പ്രഖ്യാപിക്കുന്നത്. അത് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് വഖഫിന് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലാണ്, അല്ലാതെ അതൊരു സിവിൽ ജനങ്ങളുടെ അല്ലെ മറ്റ് ജനങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇവിടെ ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വാദി തന്നെ വിധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ബോർഡ് ഒരു സംഗതി കണ്ടുപിടിക്കുന്നു, സെക്ഷൻ 40 അനുസരിച്ച് ഇത് വഖഫിന് അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അത് വഖഫിന് അവകാശപ്പെട്ടാണെന്ന് അവകാശപ്പെടുന്നു. അതനുസരിച്ച് ആ ഭൂമിയിലുള്ള അവകാശം ഉന്നയിക്കുന്നു. തർക്കമായിട്ട് ചെല്ലുന്ന ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണൽ പറയുന്നതിനപ്പുറത്ത് പിന്നെ അതിൻ്റെ അത് കാര്യങ്ങളില്ല. അപ്പൊ ഇവിടെ ശരിക്കും സിവിൽ കോടതികൾക്ക് ഉള്ളിൽ വരാത്ത ഒരു നിയമം ഇന്ത്യൻ നിയമത്തിനകത്ത് വരുന്നതല്ല. ഇന്ത്യൻ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൗരനും അവന്റെ മൗലിക അവകാശമാണ് അവന്റെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന് കോടതിയെ സമീപിക്കുക എന്നുള്ളത്. ഇവിടെ അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അവസരം അവന് നിഷേധിക്കപ്പെടുകയാണ്. ഏറ്റവും അവസാനം സുപ്രീം കോടതി ചെന്നിട്ടൊന്നും സാധാരണ പൗരന് അതിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഏക പോംവഴി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ നിയമ ഭേദഗതി മാത്രമാണ് എന്നുള്ളത് നിസ്തർക്കമാണ്. നിയമ ഭേദഗതിയെ എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാം. ഇവിടെ ഈ വഖഫിന് മാത്രമുള്ളല്ലോ ഈ പ്രശ്നം. മറ്റ് സമുദായങ്ങളുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. മറ്റ് സമുദായങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നില്ലല്ലോ. ഒഴികെ നിലവിൽ അല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കുക. നിലവിൽ കേരളത്തിലെ LDFും UDFും അത് നിയമസഭയിൽ പ്രതിഫലിച്ചതുമാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിനെതിരാണ്. അതുകൊണ്ടാണല്ലോ യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയതും. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഇത് തള്ളിക്കളയുകയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം വരും, കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും BJP പക്ഷത്താണോ എന്ന്. കാരണം കേരളത്തിൽ പാർട്ടികളെ നോക്കുകയാണെങ്കിൽ BJP മാത്രമാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നത്. അതായത് നിലവിലെ വഖഫ് നിയമം കിരാതമാണ് എന്നുള്ള നിലപാടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നുള്ള ചോദ്യവും അവിടെ ഉയരും. അതിൽ നിങ്ങൾക്ക് ആശങ്കയില്ലേ? കത്തോലിക്ക കോൺഗ്രസ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിന്റെ അവകാശങ്ങളും അവരുടെ ജനാധിപത്യപരമായും മറ്റു തരത്തിലുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണത്. അല്ലാതെ ഇടതുപക്ഷത്തിന് വേണ്ടി നിലപാടെടുക്കാനോ വലതുപക്ഷത്തിന് വേണ്ടി നിലപാടെടുക്കാനോ അല്ലെ BJPക്ക് വേണ്ടി നിലപാടെടുക്കാനോ അല്ല കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നിലപാടെടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിനെതിരായാലും വലതുപക്ഷത്തിനെതിരായാലും ഞങ്ങൾ അത് പരിഗണിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ വളരെ അടിവരയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് BJPക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ലത്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പക്ഷെ അത് അല്ല, ഈ നിയമ ഭേദഗതി ഇല്ലാതെ തന്നെ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് LDFും UDFും പറയുന്നുണ്ടല്ലോ. UDF പറയുന്നു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന്. LDF പറയുന്നത് എന്താണ്? ഇപ്പോൾ സർക്കാർ തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. അത് സിംഗിൾ ജഡ്ജി അത് തള്ളിക്കളഞ്ഞു എങ്കിൽ പോലും ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോവുകയാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നാണോ ഇപ്പോൾ? തീർച്ചയായും സിംഗിൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം തന്നെ അടുത്ത ഇലക്ഷൻ വരെ ഇത് നീട്ടിക്കൊണ്ട് പോകാനായിരുന്നു. കോടതി ഏതായാലും ഒരു തട്ടി വെച്ച് കൊടുത്തു. അതുകൊണ്ട് ആ കമ്മീഷനെ നിയമനം അങ്ങ് നിന്നുപോയി. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ ഇത് തട്ടിക്കൊണ്ട് പോകുമായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തീരുമെങ്കിൽ പിന്നെ ഇപ്പൊ എത്ര 10 മിനിറ്റുകൾ കടന്നുപോയി? എന്തുകൊണ്ട് അവർക്ക് അതിനെ മനസ്സാകുന്നില്ല? നിയമസഭാ സമ്മേളനത്തിൽ തീർക്കാമായിരുന്നല്ലോ. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം അത് VD സതീശൻ എടുത്താലും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്താലും അത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക സമുദായത്തെ അത് സ്വാധീനിക്കാൻ പോകുന്നില്ല. അത് 100%, 1% പോലും ശങ്കയില്ലാതെ അവരുടെ ഈ പൊള്ളയായ വാഗ്ദാനത്തെ ഞങ്ങൾ തള്ളിക്കളയുക. ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ സമീപനം ഒരു കാരണവശാലും